നമസ്കാരം. തിരുവോണമൊക്കെ അല്ലേ? എല്ലാരും സുഖമായി സന്തോഷമായി സദ്യയൊക്കെ കഴിഞ്ഞ് വളരെ കേമായി. സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കോ, സദ്യ കഴിഞ്ഞോണ്ടിരിക്കോ, കഴിച്ചു കഴിഞ്ഞോ, എന്തായി കേമായിരിക്കുക, സന്തോഷമായി. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഭഗവാനെയൊക്കെ അതിഗംഭീരമായിട്ട് നമ്മൾ പൂജ കഴിച്ച്, നമ്മൾ ചെയ്യുന്ന മനസ്സുകൊണ്ട് സങ്കല്പിച്ച് കഴിക്കുന്ന പൂജകളൊക്കെ കഴിച്ച്, ഭഗവാൻ വാമനമൂർത്തിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച്, വർഷാന്തങ്ങൾ നിലനിൽക്കുന്ന സൗഭാഗ്യത്തിലേക്ക് നമ്മളെ കടത്തിവിട്ട ഭഗവാന് നമ്മൾ സ്മരണ പുലർത്തി അതിഗംഭീരമായി നിൽക്കുന്ന ആചരണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടി സന്തോഷകരമായ സദ്യയുണ്ട്. എല്ലാവരും ഒത്തുകൂടി നിൽക്കുന്ന ഈ പുണ്യമായ നിമിഷം, അതിപുണ്യമായ നിമിഷം, അതിഗംഭീരമായ നിമിഷമാണ്. ഞാനും വളരെ സന്തോഷത്തിലാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അത്രയും സന്തോഷമായിരിക്കുന്ന ഈ മുഹൂർത്തം അല്ലെ, നല്ല സുഖമായിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആചരണങ്ങളാണ് നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വിശ്വാസമാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത്. ഈ നന്മ തന്നെയാണ് നമ്മുടെ ഐശ്വര്യവും, നമ്മുടെ കേമത്വവും, നമ്മുടെ പരമ്പരയുടെ വളർച്ചയും, നമ്മുടെ കുടുംബത്തിന്റെ സമ്പൽ സമൃദ്ധിയും സന്തോഷത്തിന്റെ സമൃദ്ധിയും. അത്ര സമൃദ്ധമായ സന്തോഷകരമായി നിൽക്കുന്ന ഈ പുണ്യദിനം. അപ്പൊ അതുകൊണ്ട് ആ പുണ്യദിനത്തിന് കുറച്ചുകൂടെ പുണ്യം നേടാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ ഒന്ന് വന്നത്. ആ പുണ്യം കുറച്ചുകൂടെ നമുക്ക് ഇരട്ടിയാക്കാനുണ്ട്. അല്ലെങ്കിൽ ആ സന്തോഷം നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ എന്നുള്ളൊരു നിബന്ധന ആചാര്യന്മാരുടെ നിയമത്തിൽ കിടക്കുന്നത് കൊണ്ട് ഈ തിരുവോണ ദിവസം നമ്മുടെ ആ സന്തോഷം നമ്മൾ മറ്റ് പലരിലേക്കും പകർന്നു നൽകുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാം. കാരണം ഇന്ന് തിരുവോണമാണ്. ആ തിരുവോണത്തിന്റെ സുഖത്തിൽ നിൽക്കുമ്പോഴും നിങ്ങൾ വൈകുന്നേരം നിലവിളക്ക് വെക്കുക. വൈകുന്നേരം ചടങ്ങേണ്ട ചെറിയ ചെറിയ ചടങ്ങുകൾ, വളരെ ചെറിയ ചടങ്ങ്, 5 മിനിറ്റ് കൊണ്ട് തീരുന്ന ചടങ്ങും കൃത്യമായ നാമജോപങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ സന്തോഷത്തിന്റെ ഈ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. വൈകുന്നേരം പതിവ് പോലെ എല്ലാവരും കുളിച്ച് വൃത്തിയായിട്ട് ആ സദ്യയുടെ ആലസ്യമൊക്കെ വിട്ട് ആ ഭഗവാൻ തന്ന അനുഗ്രഹമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്ന അഷ്ടദിക്പാലകന്മാരെയും 4 കോൺരാശി, അതായത് മീനരാശി, മിഥുനരാശി, കന്നിരാശി, ധനുരാശി, 4 രാശി. ആ 4 രാശിയും അഷ്ടദിക്പാലകന്മാരും എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ട്, നമ്മുടെ വസ്തുവില്, നമ്മുടെ സ്ഥലത്ത് കുടികൊള്ളുന്ന എല്ലാ ദേവചൈതന്യങ്ങളെ ഓർത്തുകൊണ്ട്, നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന എല്ലാ ഉറുമ്പ് പോലത്തെ ചെറിയ ചെറിയ പ്രാണികളെ സ്മരിച്ചുകൊണ്ട്, നമ്മുടെ ആകാശത്ത് പറന്നു നടക്കുന്ന എല്ലാ പൂമ്പാറ്റകളെയും പാറ്റകളെയും സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മഹത്തരമായ ചടങ്ങുകളുണ്ട്. നമ്മുടെ വീടിന്റെ 4 മൂലക്കിലും 4 കോൺരാശിയിലും ഒരു നറുക്കലക്കകത്ത് ഒന്നല്ലെങ്കിൽ ശർക്കരയാവാം, അല്ലെങ്കിൽ ശർക്കരയും തേനും ചാലിച്ചാവാം, ഇല്ലെങ്കിൽ മധുരമായി നിൽക്കുന്ന നല്ല പായസവും ശർക്കരയാവാം. ഇത് എല്ലാ സ്ഥലത്തും വെക്കുക. അതായത് വീടിന്റെ 4 ഇങ്ങനെ ഇപ്പൊ വീടിരിക്കുമ്പോൾ 4 സെന്ററുകളായി നിൽക്കുന്ന 4 സെന്ററിൽ 4 കോണുകളിലും അങ്ങനെ 8 സ്ഥലത്ത് ഒരു നറുക്കലക്കകത്ത് ശർക്കര മതി, കൂടുതലൊന്നും വേണ്ട, ശർക്കര മതി. ശർക്കരയും പഞ്ചസാരയാവാം, ശർക്കരയും തേനും ആവാം, അല്ലെങ്കിൽ ശർക്കരയും പായസവും ആവാം, നിങ്ങൾ ഉച്ചക്കുണ്ടാക്കിയ പായസമാവും. അത് വെക്കുക. ആ ഒപ്പം തന്നെ ഒരു തിരിയും കൂടെ കത്തിച്ച് വെക്കുക. ഒരു തിരിയും കൂടെ അഷ്ടദിക്പാലകന്മാരെ അല്ലെങ്കിൽ വീടിന്റെ കാവൽക്കാരായി നിൽക്കുന്ന ഐശ്വര്യം നൽകുന്ന അവരെ സങ്കല്പിച്ച് ഒരു തിരിയും കൂടെ വെക്കുക. ആ തിരിയും കൂടെ വെച്ച് നമ്മൾ പുറത്ത് ഇത് വെച്ചതിന് ശേഷം നേരെ ഇത് അകത്ത് കയറി എല്ലാ മുറിയിലും പണ്ടൊക്കെ എല്ലാ മുറിയുടെയും 4 മൂല വെക്കാറുണ്ട്. ഇപ്പൊ ഈ വാൾഡ്രോബും തുണികളും ഒക്കെ ഒരുപാടാണ്, ഞാൻ അത് പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ മുറിയുടെ സെന്ററിൽ നടുക്കെങ്കിലും നമ്മൾ ഒരു ഇലക്കകത്ത് ഇതുപോലെ തന്നെ ഇതേ പുറത്ത് വെച്ച് അതേപോലെ തന്നെ ശർക്കരയോ പായസമോ വെച്ച് ഒരു തിരി കത്തിച്ച് വെച്ച് എല്ലാ മുറികളിലും വെച്ച് സിറ്റ് ഔട്ടിലും വെച്ച് നമ്മൾ ഈ ഭൂമി ജീവിക്കുന്ന സകല ചരാചരങ്ങൾക്ക് ഒരു സദ്യ ഒരുക്കുക, അവരെ വന്ദിക്കുക, അവരെ പ്രാർത്ഥിക്കുക. ഓരോ സ്ഥലത്തും നമ്മൾ ആ തിരി വെച്ച് തൊഴുക. മനസ്സിലാവും? പ്രകൃതിയെ തൊഴുക, പ്രകൃതിയെ വണങ്ങുക, പ്രകൃതി ജീവിക്കുന്ന സകല ചരാചരങ്ങളെ വണങ്ങുക, അവിടെ ജീവിക്കുന്ന സർവ്വ ആൾക്കാരെയും തൊഴുത് പ്രാർത്ഥിക്കുക. എത്ര മഹത്തരമായ ആചരണം നമുക്ക് ഇത്രയും മഹത്തരമായ ഒരു ആചരണമൊക്കെ ലോകത്തെങ്ങും കാണത്തില്ല. അതുപോലെ മഹത്തരമായ ആചരണം, എത്ര ഭംഗിയായിട്ടാണ്. ഇതെല്ലാവർക്കും ഇവർക്കൊക്കെ കൊടുത്തതിന് ശേഷം തിരി കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടുത്ത് വസ്ത്രങ്ങൾ കുടുംബത്തെ അകത്ത് കത്തിക്കുമ്പോൾ അടുത്ത് തുണികളൊക്കെ ഉണ്ട്, മാറ്റിയിടുക. അതിനുശേഷം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരു എണ്ണയ്ക്കകത്തൊരു തിരി മുക്കുക, അതിന്റെ തുമ്പ് വിഴിയുക, കത്തിക്കുക.
അത് മാത്രം ചെയ്താൽ മതി. ആ തിരിയം കെട്ടുപൊക്കോളും കുറച്ച് കഴിയുമ്പോൾ. അത് ഇലയിൽ തന്നെയല്ലേ വെക്കണേ. അങ്ങനെ ചെയ്യുക. അത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ നമ്മൾക്ക് കിട്ടിയ ഉച്ചയ്ക്ക് നമ്മൾക്ക് വരദാനമായി കിട്ടിയ സദ്യ, ആ വരദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്താട്ടോ മേടിക്കണം, പക്ഷെ അത് കഴിക്കാനുള്ള യോഗം ഭഗവാൻ നമുക്ക് നൽകിയതാണ്. അത് കഴിച്ച് സന്തോഷമായിരിക്കാനുള്ള യോഗത്തെ കിട്ടിയാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ മേല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൂക്കിലൂടെയോ അല്ലെങ്കിൽ കുഴല് വഴിയോ ഭക്ഷണം കഴിക്കണേ സദ്യ കൊണ്ട് പ്രയോജനമുണ്ട്. കോടികൾ ആവശ്യമുണ്ട്, കാര്യമുണ്ടോ? അദ്ദേഹത്തിന് എണീറ്റ് നടക്കാൻ പാടില്ല, സദ്യ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് പറയണേ, ആ സദ്യ കഴിക്കാനുള്ള യോഗം നമുക്ക് വരദാനമായി കിട്ടിയതാണ്. ആ വരദാനമായി കിട്ടുന്ന ആ സദ്യ ഈ പ്രകൃതിക്ക് മുഴുവൻ കൊടുക്കുന്ന ഒരു മഹനീയമായ സങ്കല്പം, ഈ പ്രകൃതിയിലെ സർവ്വചരാചരങ്ങൾക്ക് കൊടുക്കുന്ന മഹനീയ സങ്കല്പം, അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെയൊക്കെ അനുഗ്രഹം മേടിക്കുന്ന മഹത്തരമായ സങ്കല്പം. ആ മഹത്തരമായ സങ്കല്പത്തിലേക്ക് വൈകുന്നേരത്തെ ക്രിയ 5 മിനിറ്റ് കൊണ്ട് തീരും. 5 വർഷം അല്ല 50 വർഷത്തെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ ഈ ഉറുമ്പുകളുടെ കഥ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇത്ര കേമാണോ എന്ന് നിരീക്കുന്ന ഒരു ആൾക്കാരുടെ ഒരു ഉപമ മാത്രം, ഒരൊറ്റ ഉദാഹരണം പറയും. ഒരാള് എന്നെ കഴിഞ്ഞ ദിവസം കാണാൻ വന്നു. അദ്ദേഹത്തിന്റെ അലമാരി നിറച്ച് ഉറുമ്പ് കയറി. കർക്കിടക മാസവും നല്ല മഴക്കാലല്ലേ. അദ്ദേഹം ഈ മരുന്നെടുത്ത്, അതായത് വിഷമുള്ള മരുന്നെടുത്ത് ഉറുമ്പിനെ മുഴുവൻ കൊന്നുകളഞ്ഞു. അലമാരി വൃത്തിയാക്കുകയല്ല ചെയ്ത്, അത് മൊത്തം അടിച്ച ആ ഉറുമ്പുകളെ മുഴുവൻ കൊന്നുകളഞ്ഞു. അല്ലെങ്കിൽ അലമാരി ഒന്ന് തൂത്ത് ഉടച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ല സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട വെള്ളം കൊണ്ട് കഴുകിയ ഉറുമ്പ് വെക്കും. പുള്ളിക്ക് അന്ന് തൊട്ട് ശ്വാസം മുട്ട. ഈ ശ്വാസം മുട്ടിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് വന്നു. സത്യത്തിൽ അതിനൊന്നും ജ്യോതിഷത്തിൽ യാതൊരു, ഭയങ്കര ശ്വാസം മുട്ട്, നടക്കുമ്പോഴൊക്കെ മുട്ട്, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വലിക്കാൻ മുട്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അയാൾ വിഷമടിച്ച കൊന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ ദിവസവും നല്ല നെയ്യും അല്ലെങ്കിൽ നല്ല തേനിൽ മുക്കിയ തോർത്ത് ഒരു ഇലക്കകത്ത് എന്നും പുറത്തു വെച്ചോളാൻ പറഞ്ഞു. രാവിലെ തൊട്ട് ഉറുമ്പ് കഴിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 41 ദിവസമാകുമ്പോൾ മാറുന്നു പറഞ്ഞു. പക്ഷെ ഒരു 10-20 ദിവസമാകുമ്പോൾ എന്റെ ശ്വാസം മുട്ട് കുറഞ്ഞതുകൊണ്ട് അദ്ദേഹം വിളിച്ചു. പക്ഷെ ഇത് യുക്തിയാണ്, ഒരിക്കലും ഒരു മന്ത്രഗ്രന്ഥങ്ങളിലുള്ള സാധനങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞത് എന്ത് പാപം ചെയ്തോ അത് തിരിച്ചു ഉപകാരപ്പെടുക എന്നൊരു ഉദ്ദേശം ഞാൻ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഭക്ഷണങ്ങൾ അത്രയും മഹത്തരമായ ചടങ്ങ്. 5 വർഷമോ 50 വർഷമോ അല്ല ഇതിന്റെ ഫലം കിട്ടും. അതുപോലെ തന്നെ അന്നത്തെ ദിവസം നിങ്ങൾ മാക്സിമം എത്ര സമയം, പരമാവധി ഞാൻ പറഞ്ഞ ഒരു മിനിമം അരമണിക്കൂറെങ്കിലും വൈഷ്ണവ പ്രാധാന്യത്തിൽ നാമം ജപിക്കും. എത്രമാത്രം നാരായണനാമം ജപിക്കാവോ, എത്രമാത്രം വിഷ്ണു ഗായത്രി ജപിക്കാവോ, എത്രമാത്രം വിഷ്ണു സഹസ്രനാമം ജപിക്കാവോ, നാരായണ സ്തുതികൾ ജപിക്കാവോ, ഇതൊക്കെ ചെയ്യും. ഇത് വൈകുന്നേരം നമ്മുടെ ലോകത്തിന്റെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാവിഷ്ണു ഭഗവാന്മാരായ ഗുരുവായൂരപ്പനെയും ശ്രീപത്മനാഭനെയും ശ്രീപൂർണത്രയേശ്വരെയും പോലെയുള്ള മഹത്തരമായി നിൽക്കുന്ന വൈഷ്ണവ സാന്നിധ്യങ്ങളെ മനസ്സുകൊണ്ട് കുടുംബത്തിൽ നിന്ന് തൊഴുക. ഈ സൗഭാഗ്യം നൽകിയതിന്, ഇങ്ങനെയൊരു സൗഭാഗ്യം തന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷകരമായ ദിനം ഉണ്ടാക്കി തന്നു നിങ്ങളുടെ അനുഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം ഞങ്ങൾ നമസ്കരിക്കുന്നു. അങ്ങനെ നമസ്കാരത്തോടു കൂടി ഈ വർഷത്തെ ഓണം അവസാനിപ്പിക്കുകയും ഈ കിട്ടുന്ന കർമ്മങ്ങളോടെ കിട്ടിയ സൗഭാഗ്യത്തെ ഒരു വർഷം അനുഭവിക്കുകയും ചെയ്യുന്ന ഈ മഹത്തരമായ ദിവസമാണ് ഈ ഓണക്കാലം. അതുകൊണ്ട് അത്രയും ക്രിയകൾ ചെയ്ത് നിങ്ങൾ സൗഭാഗ്യത്തിൽ വരട്ടെ, നന്മയിൽ വരട്ടെ, ഐശ്വര്യത്തിൽ വരട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ അറിയുന്ന നിങ്ങളോട് ഓരോരുത്തരോടും സമൃദ്ധമായ, സമ്പൽ സമൃദ്ധമായ സർവ്വ ഐശ്വര്യവും സർവ്വ സൗഭാഗ്യവും സർവ്വ നന്മയും സർവ്വ ഐശ്വര്യവും നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, നല്ല പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നിറഞ്ഞ, പ്രാർത്ഥനയോടെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും സമൃദ്ധമായ ഒരു ഓണം ആശംസിക്കുകയും ഈ ഓണം പോലെ തന്നെ എല്ലാ ദിവസവും സന്തോഷകരമായ ദിനങ്ങളായി, എല്ലാ ദിവസവും ഓണമാകട്ടെ എന്നും എല്ലാ ദിനങ്ങളും ഓണമാകട്ടെ എന്നും എല്ലാ ദിവസവും സൗഭാഗ്യം ലഭിക്കട്ടെ എന്നും ഞാൻ എൻ്റെ പരദേവതയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. നമസ്കാരം. ഗോവിന്ദൻ.